ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റൂഫാറി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മൾ റെസിപ്പി പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിലേക്ക് 1/2 ടീസ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്ന് നല്ലൊന്ന് ചൂടായി വന്നതിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ഞാൻ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. കാഷ്നട്ട് ഇതിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നല്ല പഴുത്ത പഴം നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ പഴുത്ത പഴം ചേർക്കണമെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പഴത്തിന് കുറച്ച് പഴുപ്പ് കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്തായാലും പഴം ഒന്ന് നല്ല വേവിച്ചൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് പഴം ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരുന്നു. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിൽ കേട്ടോ. അവിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ അവിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്ത് പാക്കറ്റിലൊക്കെ ആയിട്ട് വരുന്ന അവിലില്ല അതാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ അവിലാണെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് 2 ഏലക്കായയുടെ കുരു ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ വിട്ട് പോയി. ഇനി ഞാൻ അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പത്തിൻ്റെ പൊടി കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അത് 2 പ്രാവശ്യമൊക്കെ ഞാൻ അതുപോലെ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗോതമ്പത്തിൻ്റെ പൊടിക്ക് പകരമായിട്ട് നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ റുഫാറി കിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് പൊടിയൊക്കെ മുഴുവനായിട്ട് ഇട്ടിട്ട് ഞാൻ അതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന രൂപമാവണ വരെ നമുക്കിതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടി ചേർക്കുന്നത് മുതൽ തന്നെ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ. പിന്നെ എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ അതുപോലെ ഒന്ന് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നേന്ത്രപ്പഴത്തിൻ്റെ മാവ് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഒന്ന് ടൈറ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഓരോ ബൗൾസാക്കി എടുക്കണം. ബൗൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് ഞാനിതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് നമുക്കിതുപോലെ ബൗൾസാക്കി എടുക്കാം. അപ്പോൾ ഉരുട്ടി എടുക്കുമ്പോൾ ഓരോരുത്തർക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ ഉരുളാക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യട്ടോ. അപ്പോൾ മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പഴം വെച്ചിട്ട് മീഡിയം വലുപ്പത്തിലുള്ള 7 ഉരുളകളാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറുതാക്കുകയാണെങ്കിൽ ഇതിലേക്കാട്ട് ഉരുളകൾ നമുക്ക് കിട്ടും. ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡാണിത്. 2 ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ബ്രെഡ് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ. അത് കോട്ട് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസ് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ചൂടാക്കിയെടുത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുപോലെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൾസ് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ മുഴുവനായിട്ട് ഞാൻ ബോൾസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിലേക്ക് ബോൾസ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ടെടുത്ത് നല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് സ്റ്റൗ മാറ്റി കൊടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൗൾസ് മുഴുവനായിട്ടും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ ബൗൾസൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.